കഴിഞ്ഞ വീഡിയോയിൽ ഈ ഗേറ്റ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ഗേറ്റും കടന്ന് ഇനി നമ്മൾ താജ്മഹൽ കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ താജ്മഹലിൻ്റെ ഈ മെയിൻ ഗേറ്റും കടന്ന് കിഴക്കേ കവാടത്തിലുള്ള ഈ ഗേറ്റും കടന്ന് അകത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയാൽ മാത്രമേ നമ്മൾ താജ്മഹലിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുന്ന ഗേറ്റിൻ്റെ അടുത്തെത്തുകയുള്ളൂ. ഇവിടെ നിന്ന് നടക്കാതെയും ബാറ്ററി റിക്ഷകളുണ്ട്, അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ പോകാം. ഞാൻ ഏതായാലും താജ്മഹലിൻ്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ് ചെയ്തത്. കുറേ ആളുകൾ എൻ്റെ ഒപ്പം നടന്ന് വരുന്നുണ്ട്. നടന്നു പോകുമ്പോൾ മനോഹരമായ കാഴ്ചകളും നല്ല പാർക്കുകളൊക്കെ ഇരുവശത്തുമായി നമുക്ക് കാണാം. അങ്ങനെ താജ്മഹലിൻ്റെ ഗേറ്റ് എൻട്രിയുടെ ഏകദേശം അടുത്തേക്കുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. കുറച്ച് ആൾക്കൂട്ടവും ബഹളവും ഒക്കെ ഉണ്ട്. ഈ ബാറ്ററി വണ്ടികളിൽ താജ്മഹൽ കണ്ടതിന് ശേഷം ആളുകൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ബാഗേജ് ഒക്കെ നമുക്ക് സൂക്ഷിക്കാനുള്ള താജ്മഹലിൻ്റെ ക്ലോക്ക് റൂം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബാഗൊന്നും നമുക്ക് താജ്മഹലിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കടത്തിവിടാൻ സമ്മതിക്കില്ല. മൊബൈൽ ക്യാമറകളും ഒക്കെ മൊബൈലൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ടിക്കറ്റൊക്കെ ഓൺലൈനിലെടുത്തവർക്ക് ഇവിടുന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് ഇവിടുന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ എൻട്രി ഗേറ്റിലൂടെ, ഈ കിഴക്കേ എൻട്രി ഗേറ്റിലൂടെ നമുക്ക് അകത്തേക്ക് കടക്കാം. അങ്ങനെ കിഴക്കേ എൻട്രി ഗേറ്റിലൂടെ അകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി താജ്മഹലിൻ്റെ സുന്ദരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്.